സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്ക് 12 ടൺ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പോവുകയാണ്. ആദ്യ കണ്ടെയ്നർ മന്ത്രി VN വാസവനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ തങ്കമണി സഹകരണ സംഘത്തിന്റെ തേയിലപ്പൊടി, കാക്കൂർ സഹകരണ സംഘത്തിന്റെ ശീതീകരിച്ച മരച്ചീനി, ഉണക്കിയ മരച്ചീനി, വാരപ്പെട്ടി സഹകരണ സംഘം ഉൽപ്പാദിപ്പിച്ച മസാലയിട്ട മരച്ചീനി, ബനാന വാക്വം ഫ്രൈ, റോസ്റ്റഡ് വെളിച്ചെണ്ണ, ഉണക്കിയ ചക്ക എന്നിവയടങ്ങിയ കണ്ടെയ്നറാണ് മന്ത്രി VN വാസവൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിപണി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് കയറ്റുമതി. ഗുണനിലവാരമുള്ള മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് കയറ്റുമതിക്കായി തയ്യാറാക്കുന്നതിന് 30 സഹകരണ സ്ഥാപനങ്ങളെയാണ് സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ 3 സഹകരണ സംഘത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ആദ്യമായി കയറ്റുമതി ചെയ്തത്. അമേരിക്കൻ നാടുകളിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കുമെല്ലാം കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന പദ്ധതി വിഭാവനം ചെയ്തത് അർത്ഥപൂർണമായിരിക്കുന്നു. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. പ്രത്യേകിച്ച് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല പ്രോഡക്റ്റുകൾക്കും മാർക്കറ്റില്ല എന്ന അവരുടെ പരാതിയും പരിഹരിക്കപ്പെടും. ഇനി തുടർന്നും ഈ പ്രക്രിയ തുടരാൻ ആവശ്യമായിട്ടുള്ള വലിയ ആലോചനകളാണ് ഞങ്ങൾ സഹകരണ വകുപ്പ് നടത്തിയിട്ടുള്ളത്. ഇതൊരു പുതിയ കാൽവയ്പ്പാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കൊരു പുതിയ ഉണർവാണ്. വലിയ രൂപത്തിൽ നമുക്ക് നാളുകളിൽ കൂടുതൽ സംഘങ്ങളിലേക്ക് ഈ പ്രക്രിയ വ്യാപിപ്പിക്കാൻ കഴിയും. അടുത്ത മാസം 30 സഹകരണ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. കയറ്റുമതി എളുപ്പമാക്കാൻ കൊച്ചിയിൽ ഉടൻ ഓഫീസ് ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.